രാജകുമാരിയുടെ വിവാഹാഘോഷവേളയിൽ മനോഹരമായി അലങ്കരിച്ച കൊട്ടാരം പൂർണ്ണമായും അഗ്നിക്കിരയായി ചാമ്പലായി മാറിയ ഒരവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1897 ഇത് സംഭവിച്ചത്. രാജകുമാരി ജയലക്ഷ്മിയുടെ വിവാഹവേളയിൽ മൈസൂർ പാലസിലാണ് ഇത് നടന്നത്. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈസൂർ പാലസിൻ്റെ മുന്നിലാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം, വരൂ. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂറിനെ അറിയപ്പെടുന്നത്. മൈസൂർ കൊട്ടാരം ഉൾപ്പെടെ 7 കൊട്ടാരങ്ങളാണ് മൈസൂർ പട്ടണത്തിലുള്ളത്. എന്നിരുന്നാലും 1897 നിർമ്മാണം ആരംഭിച്ച് 1912 വരെ നീണ്ട 15 വർഷം കൊണ്ട് ഇൻഡോ-സാരസനിക് ശൈലിയിൽ നിർമ്മിച്ച അംബാവിലാസം കൊട്ടാരം എന്നും അറിയപ്പെടുന്ന മൈസൂർ കൊട്ടാരം തന്നെയാണ് കർണാടകയുടെയും മൈസൂറിൻ്റെയും ഖ്യാതി ലോകത്തെ മൊത്തം അറിയിച്ചത്. താജ്മഹലിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മൈസൂർ കൊട്ടാരം 6 ദശലക്ഷത്തിലധികം ആണ് വാർഷിക സന്ദർശകരുടെ എണ്ണം. ഇപ്പോഴത്തെ കൊട്ടാരം 1897 നിർമ്മാണം ആരംഭിച്ചത് എങ്കിലും ഈ സ്ഥലത്ത് 1399 അന്നത്തെ മൈസൂർ രാജാവായിരുന്ന യദുരായ വൊഡയാറാണ് ആദ്യം ഒരു കോട്ടയും അതിനുള്ളിൽ തടി കൊണ്ടൊരു കൊട്ടാരവും ഇവിടെ നിർമ്മിച്ചത്. പിന്നീട് പലതവണ ഇത് പുനർനിർമ്മിക്കേണ്ട അവസ്ഥയുണ്ടായി. കൂടുതൽ തവണയും കൊട്ടാരം അഗ്നിക്കിരയായതാണ് കാരണം. ഹൈദരാലിയുടെ മകൻ ടിപ്പു സുൽത്താൻ പലതവണ കൊട്ടാരം ആക്രമിച്ചതും ഒരു കാരണമാണ്. അവസാനം 1897 അന്നത്തെ രാജകുമാരിയായിരുന്ന ജയലക്ഷ്മിയുടെ വിവാഹ സമയത്ത് കൊട്ടാരം പൂർണ്ണമായും കത്തിനശിച്ചു. അതോടെ രാജകുടുംബം മൈസൂറിൽ തന്നെയുള്ള ജയമോഹൻ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റി. ജയമോഹൻ പാലസ് ഇപ്പോൾ ആർട്ട് ഗ്യാലറിയായി പ്രവർത്തിക്കുന്നു. മഹാരാജ കൃഷ്ണരാജ വൊഡയാർ ആയിരുന്നു അന്നത്തെ മഹാരാജാവ്. അദ്ദേഹം പുതിയൊരു കൊട്ടാരം പണിയുവാനായി ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവനെ ചുമതലപ്പെടുത്തി. 1399 മുതൽ 1950 വരെ 551 വർഷം മൈസൂർ ഭരിച്ച വൊഡയാർ രാജവംശത്തിൻ്റെ മഹത്വവും പ്രൗഢിയും സൗന്ദര്യബോധവും എല്ലാം വിളിച്ചോതുന്ന മനോഹരമായൊരു നിർമ്മിതിയാണ് മൈസൂർ പാലസ് എന്നറിയപ്പെടുന്ന അംബാവിലാസം പാലസ്. വൊഡയാർ രാജകുടുംബത്തിൻ്റെ ആരാധനാമൂർത്തി ചാമുണ്ഡി ദേവിയാണ്. ചാമുണ്ഡി കുന്നുകളുടെ താഴ്വരയിൽ ചാമുണ്ഡി ക്ഷേത്രത്തിന് അഭിമുഖമായാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് ഏകദേശം 100 വർഷം മുമ്പ് തന്നെ മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉടവാൾ ഇന്നും കൊട്ടാരത്തിലെ മ്യൂസിയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുകൂടാതെ രാജാ രവിവർമ്മ വരച്ച നിരവധി ചിത്രങ്ങൾ, വൊഡയാർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പീരങ്കികൾ, ഏറ്റവും ആകർഷണമായി തോന്നിയത് 84 കിലോഗ്രാം സ്വർണം കൊണ്ട് അലങ്കരിച്ച സിംഹാസനം എന്നിവ കൂടാതെ സംഗീതോപകരണങ്ങൾ, രാജകീയ വസ്ത്രങ്ങൾ, വൊഡയാർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പീരങ്കികൾ എന്നിവയുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ശക്തിദേവിയുടെ 8 ഭാവങ്ങൾ ചിത്രീകരിക്കുന്ന മനോഹരമായൊരു ചിത്രങ്ങളുടെ നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പ്രസിദ്ധമായ മൈസൂർ ദസറ ഉത്സവം എല്ലാ വർഷവും ശരത്കാലത്തിലാണ് കൊട്ടാരത്തിൽ ആഘോഷിക്കുന്നത്. ഉത്സവത്തിൻ്റെ 10 ദിവസങ്ങളിലും കൊട്ടാരം ഏകദേശം 1 ലക്ഷം ബൾബുകൾ ഉപയോഗിച്ച് വൈകുന്നേരം 7 മുതൽ 10 വരെ പ്രകാശിക്കുന്നു. ഉത്സവവേളയിൽ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച സ്വർണ്ണ സിംഹാസനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ സമയത്ത് കൊട്ടാരത്തിൽ വിവിധ മത സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. 9ാം ദിവസമായ മഹാനവമിയുടെ ശുഭദിനത്തിൽ പട്ടടക്കട്ടി അല്ലെങ്കിൽ രാജകീയ വാൾ പൂജിച്ച ശേഷം ഒട്ടകങ്ങളോടും ആനകളോടും കൂടി ഘോഷയാത്രയിൽ കൊണ്ടുപോകും. പരമ്പരാഗതമായ ദസറ ഘോഷയാത്ര 10ാം ദിവസം അല്ലെങ്കിൽ വിജയദശമി ദിനത്തിൽ കൊട്ടാരത്തിൽ നിന്ന് വലിയ ആഡംബരത്തോടുകൂടി ആരംഭിക്കുന്നു. ഇതിൻ്റെ കേന്ദ്ര ആകർഷണം 750 കിലോ സ്വർണം കൊണ്ട് നിർമ്മിച്ച സ്വർണ്ണ മണ്ഡപത്തിലിരിക്കുന്ന ചാമുണ്ടേശ്വരി ദേവിയുടെ വിഗ്രഹമാണ്. ഈ മനോഹര കാഴ്ച കാണാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും
ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ദസറ സമയത്ത് മൈസൂറിലേക്ക് എത്തുന്നത്. അതിമനോഹരമായ ഈ മൈസൂർ കൊട്ടാരം എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം. കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന നിരക്ക് 100 രൂപയാണ്. മുതിർന്നവർക്ക് 40 രൂപയും 10നും 18നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് 20 രൂപയും വിദേശ പൗരന്മാർക്ക് 200 രൂപയുമാണ് ഈടാക്കുന്നത്. ഞായറാഴ്ചകളും പൊതു അവധി ദിവസങ്ങളിലും ഒഴികെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മുതൽ 7:40 വരെ മൈസൂർ പാലസിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരിക്കും. മുഴുവൻ ഷോയും വൊഡയാർ രാജവംശത്തിൻ്റെ 600 വർഷത്തെ സാംസ്കാരിക പൈതൃകവും ചരിത്രവും പാരമ്പര്യവും ദൃശ്യപരമായി ആകർഷകമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് മൈസൂർ പാലസ്. മൈസൂർ സന്ദർശിക്കുന്ന ആരും മൈസൂർ പാലസ് സന്ദർശിക്കാതെ തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണ്. എങ്കിലും മറ്റനവധി കാഴ്ചകളും മൈസൂരിൽ ഉള്ളതുകൊണ്ട് മൈസൂർ സൈറ്റ് സീയിങ്ങിൻ്റെ 1 ഡേ പാക്കേജ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ.